മഞ്ഞ പോകാം. എന്താ? ഞാൻ പിണങ്ങി. എന്ത് പറ്റി? എത്ര വട്ടം ഞാൻ പറഞ്ഞു എന്നെ ഇങ്ങനെ UDC എന്ന് വിളിക്കല്ലെന്ന്. അത്രേ ഉള്ളൂ. എല്ലാവരും UDC അങ്ങനെയല്ലേ വിളിക്കുന്നത്? എല്ലാരെയും പോലാണോ ബാലേട്ടൻ? ബാലേട്ടാ. എന്താ വിളിച്ചേ? ബാലേട്ടൻ. കുമാരി പ്ലസ് ബാലൻ. ഈ നാട്ടിലെ സർവ്വ മതിലുകളിലും ഞാൻ എഴുതി വെക്കും ബാലൻ പ്ലസ് കുമാരി. ഈ നാട്ടുകാർ മുഴുവൻ അറിയട്ടെ നമ്മുടെ റിലേഷൻഷിപ്പ്. വേണ്ട ബാലേട്ടാ. അയ്യോ അത് വേണം. അയ്യോ ഓഫീസിൽ പോകാൻ നേരമായി, ഞാൻ പോട്ടെ. അതെ, അച്ഛൻ തന്നെ. എന്താ സംശയമുണ്ടോ? എന്താണ് ഇവിടെ? ഇവിടെ സൊസൈറ്റി രൂപീകരിക്കും. അമ്മയുടെ സൊസൈറ്റി പോകാൻ. ഈ അവിശ്വാസം കൊണ്ട് വല്ല ഗുണവും ഉണ്ടോ നാണപ്പാ? എനിക്കിത് കേൾക്കുമ്പോഴാ ചോദ്യം ചോദിക്കരുത്. വരുന്ന തിങ്കളാഴ്ച ഒരു ദിവസം ഉണ്ടെങ്കിൽ ആ ഉണ്ണാക്കേണ്ട തൊപ്പി ഞങ്ങൾ ഏർപ്പിക്കും. പിന്നെ ഈ ഇരിക്കുന്ന ഉൽപ്പലാക്ഷ പോക്കനംകോടിന്റെ പ്രസിഡന്റ്. ഈ നാടിന്റെ ഷേപ്പ് ഞങ്ങൾ മാറ്റും. ഇവിടെ ഒരു പാൽ വിതരണ സൊസൈറ്റി ഉണ്ടാക്കുന്നു. ഞാൻ അതിന്റെ സെക്രട്ടറി ആവുന്നു. എന്ത് പറഞ്ഞാലും സൊസൈറ്റി ഭരണം മാറിയാ പിന്നെ ആദ്യം ഈ നാണപ്പനും ഉൽപ്പലാക്ഷനും കൂടി ഇവിടെ ഒരു ഉൾപാർട്ടി ജനാധിപത്യം സ്ഥാപിക്കും. പോലീസ് എന്താ നാണപ്പാ, പഞ്ചായത്ത് കലങ്ങി പറയുമോ? കലക്കി മറിക്കും. ഞങ്ങളുടെ ഭരണം വന്നാ നിങ്ങൾക്ക് പ്രൊമോഷനാ. 8 പോസ്റ്റ് ഡ്യൂട്ടി ആണെങ്കിലും പാൻറ്റൊക്കെ തരും. എങ്ങനെ ഭരണം കൈവരുമെന്നാ പറയാം. ഭരണകക്ഷിയിലെ ഒരു ശക്തനാ ഇപ്പൊ ഞങ്ങളുടെ കൂടി ഇരുന്ന് ഈ പുട്ടടിച്ചോണ്ടിരിക്കുന്നത്. ശരിക്ക് തിന്ന്. ഇതുപോലെ കക്ഷികൾ ഇനിയും വേറെ ഉണ്ട് പുട്ടടിക്കാൻ. തിങ്കളാഴ്ചക്കകം മൃഗ ഡോക്ടറെ കൊണ്ടുവന്നില്ലെങ്കിൽ ഞങ്ങൾ അവിശ്വാസ പ്രമേയം കൊണ്ടുവരും. ഭരണം ഞങ്ങളെ കയ്യിലിരിക്കും. എന്നാ ഉൽപ്പലാക്ഷനെ പറ്റിൽ 2 ചായ എടുത്തോ കുഞ്ഞനായരെ? ഈ 2 പുട്ടുകൂടി എടുത്തോ? ആ, ഒന്ന് മധുരം കുറച്ച് കൊട് തിന്ന് കൊഴുക്കട്ടെ. ഏതവനട ഈ കളിയാക്കുന്നത്? ഇത് പഞ്ചറായല്ലോ. ഇപ്പൊ 3 പ്രാവശ്യമായില്ലേ ഞാൻ പഞ്ചർ ഒട്ടിക്കണത്. കുറുപ്പ് സാറോ? അയ്യോ അയ്യോ ഞാൻ ഓഫീസിൽ പോകണ്ടതാ. എന്നതാ കാണിച്ചേ? എന്താ ഭൈരവ, ഓർമ്മയുണ്ടോ? പിന്നെ സാർ എങ്ങനെ ഇവിടെ എത്തി? തന്നെ ഒന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ ഞാൻ പെട്ട പാട്. 2-3 പ്രാവശ്യം ഞാൻ ഇതിലെ പോയതാ. അത് ശരി. ഞാൻ സിനിമ കാണാൻ പോയിട്ട് ഇപ്പൊ ഇങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ. ആ, സിനിമയ്ക്ക് പോക്കൊക്കെ എപ്പോ തുടങ്ങി? എന്റെ കുറുപ്പ് സാറേ, ഇന്ന് മോഹൻലാലിന്റെ ഒരു പടം റിലീസായി. നാളെ മമ്മൂട്ടി പടം റിലീസ് ഉണ്ട്. ആഹാ, മോഹൻലാലിനെ മമ്മൂട്ടിയൊക്കെ അത്രക്ക് ഇഷ്ടം? അയ്യടാ, അവരെ ഇഷ്ടപ്പെടാൻ അവരെന്താ എന്റെ അളിയന്മാരാ? എന്റെ കുറുപ്പ് സാറേ, റിലീസിംഗ് ഡേറ്റില ഈ തിയേറ്ററിൽ നിന്ന് 2 സൈക്കിൾ അടിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ കൊണ്ടുവന്ന കുട്ടന്മാരാണ് ഇവരൊക്കെ. ഈ പമ്പ് ഞാൻ കാശ് കൊടുത്ത് മേടിച്ചതാ. വന്ന കാര്യം പറ. ഞാൻ നിനക്കൊരു പുതിയ ജീവിതമായിട്ട് വന്നിരിക്കേണ്ട ഭൈരവ. പുതിയ ജീവിത ഇതിനകത്താ? ഏയ് നോക്കട്ടെ. അതൊന്നുമല്ല, അതല്ല, ഞാൻ വിശദമായി പറഞ്ഞുതരാം. വാ, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. വാ വാ. ഒരു മൃഗഡോക്ടറില്ലാന്ന് വെച്ച് നാട്ടിൽ ഇത്രയും വലിയ കലാപമൊക്കെ ഉണ്ടാവൂ? അതാണ് ഭൈരവ പോക്കണംകോട്. പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു പോഴൻ, തലക്ക് വെളിവില്ലാത്ത കുറെ മെമ്പർമാര്. എന്തായാലും തനിക്ക് അവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. എനിക്ക് എന്ത് പ്രശ്നം? എന്ത് ഗുരുവാലുണ്ടായാലും ഭൈരവൻ തടി വരും. എന്തായാലും മൃഗ ഡോക്ടർ ആവുമ്പോ ഒരു തയ്യാറെടുപ്പൊക്കെ വേണ്ടേ? താൻ അലോപ്പതിയിലേ കളിച്ചിട്ടുള്ളൂ. അലോപ്പതി ഉണ്ട്, ഹോമിയോപ്പതി ഉണ്ട്, മർമാണി ഉണ്ട്, ഇനി വേറെ ചിലതൊക്കെ ഈ പെട്ടിക്കകത്തുണ്ട്. ഇത് ഞാൻ മഞ്ചേരിയിൽ വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന കാലത്ത് വാങ്ങിച്ചൊരു സാധനമാണ്. ഇത് ചാവക്കാട് ഞാൻ ഡോക്ടർ ആയപ്പോ വാങ്ങിയിട്ടുള്ള കൊച്ചു ഉപകരണം.
ഇത് ഞാൻ കരുനാഗപ്പള്ളിയിൽ വികാരിയച്ഛനായിട്ടുള്ള സമയത്തുള്ള ലോഹയാണ്. അങ്ങനെ പല സംഭവങ്ങളും ഈ പെട്ടിക്കകത്തുണ്ട്. നിങ്ങൾക്ക് ഒഴിവുണ്ടെങ്കിൽ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് കാണിച്ചു തരാം. വേണ്ട വേണ്ട വേണ്ട, അത് പിന്നെ എനിക്ക് വിശ്വാസമില്ലേ. അപ്പോ എന്നെ വിശ്വാസം ഉണ്ടല്ലേ? ആ, ദൈവസഹായം കൊണ്ട് കള്ളത്തരം എന്റെ ജന്മവാസനയാണ്. പക്ഷെ പണം വേണം. പണം എത്ര വേണമെങ്കിലും ശരിയാക്കാം. സർക്കാരിൽ നിന്ന് കിട്ടുന്ന പണമൊക്കെ നമുക്ക് വെട്ടിച്ച് വീതിക്കുകയും ചെയ്യാം. വീതിച്ച് കളിക്കൊന്നും വേണ്ട, അതങ്ങനെ ഇങ്ങോട്ട് തന്നാ മതി. ആ, ഇങ്ങനത്തെ ഒരെണ്ണം എടുത്തോ. ഇങ്ങനത്തെ തന്നെ ഒരെണ്ണം എടുത്തോളാൻ. തന്റെ അച്ഛന്റെ ഒന്നും അല്ലല്ലോ. എന്തായാലും ആരും പറ്റിച്ചുകൊണ്ടെന്ന് കാശത് ഉറപ്പാ. ആ, ഇനി രസീറ്റാ ഉണ്ടാവും. സത്യമായിട്ടുമില്ല. ഇല്ലല്ലേ? ഓ ഈശ്വര സമാധാനായി. ഈശ്വര സമാധാനായി എന്നല്ല പറയേണ്ടത്, ഭൈരവ സമാധാനായി എന്ന് പറഞ്ഞു പഠിക്കും. ഒക്കെ പറഞ്ഞതുപോലെ ധൈര്യമായിട്ട് പൊക്കോളൂ. അടുത്ത തിങ്കളാഴ്ച രാഹുകാലം കഴിഞ്ഞ് ഞാൻ അവിടെ എത്തും. ഭൈരവനല്ല, ഡോക്ടർ പശുപതി. ഞങ്ങളിങ്ങനെ വീട്ടുകാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. ആ സാറിന് വീട്ടിലാരൊക്കെ ഉണ്ട്? അങ്ങനെ പറയാനായിട്ട് പ്രത്യേകിച്ച് ആരുമില്ല. അതെ, 3 സിസ്റ്റേഴ്സാ. ആ. 3 പേരും അങ്ങ് വെളിയിലാ. ഓഹോ. ഒരാള് സൗദിയില്, ഓ. ഒരാള് സിംഗപ്പൂര്, ഒരാള് ലുക്കീമിയല്. എവിടെ ലുക്കീമിയല് എവിടെ? ലുക്കീമിയല്. ഓ പിന്നൊരാള് 3 ആയല്ലോ. ആയി. പിന്നൊരാള് കുട്ടിക്കാലത്ത് പെട്ടെന്ന് മരണം ഉണ്ടായി. അതാണ് എന്റെ ഫസ്റ്റ് ഷോക്ക്. കുട്ടികൾ എത്രയുണ്ട്? എനിക്കോ? ആ കേട്ടോ? എന്താ ചെയ്യങ്ങനെ ചോദിച്ചാ? എന്താ? കല്യാണം കഴിച്ച് കുട്ടികളൊന്നും ആവേണ്ട പ്രായമായിട്ടില്ല എനിക്ക്. ഇതിപ്പോ ഏതാ മാസം? ഡിസംബർ. ആ, ആ, ഡിസംബർ. അടുത്ത ഡിസംബർ ആവുമ്പോഴേക്കും 28 വയസ്സ് തികയും. വാ, കണ്ടാ തോന്നില്ല കേട്ടോ. എന്താ ചെയ്യാ, ഒരാങ്ങളല്ലേ ഉള്ളൂ. പെങ്ങന്മാരെല്ലാവരും കൂടി ഉരുട്ടി തന്ന് ഞാൻ കേറി അങ്ങ് തടിച്ചു. എന്റെ ഈശ്വര. അമ്മേ, മകളാ? അതെ. പരിചയപ്പെട്ടില്ല. അപ്പോഴേ താക്കോല് രാഘുവാരത്തിന് മുമ്പ് അങ്ങ് പ്രവേശിക്കേണ്ടതാ. ആ, അത് മറന്നു. അമ്മേ, ആ കളപ്പരയുടെ താക്കോലിങ് എടുത്തോളൂ. എന്താ കഴിക്കുന്നില്ലേ? ഞാൻ കഴിച്ചു. ആ, എന്താ പറഞ്ഞത്? എന്താ? എന്താ ആ, പറഞ്ഞത്? അതെ, ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ട് അന്യടത്ത് പോയി താമസിക്കണത് പ്രസിഡന്റിനൊരു നാണക്കേടാ. സൗകര്യക്കുറവാണ്. ഒക്കെ കുറിപ്പ് നോക്കിക്കോളും. എന്താ? ആ ആ, അമ്മേ, അമ്മയുടെ കൈകൊണ്ട് തന്നെ ഐശ്വര്യമായിട്ട് ആ താക്കോലും കൊടുത്താട്ടെ. അമ്മേ, ഇത് നമ്മുടെ പുതിയ ഡോക്ടറാ. ഓ നമസ്കാരം. നമസ്കാരം. മോളെ, എന്റെ നടുവേദനയുടെ കാര്യം പറഞ്ഞോടി നീ. അയ്യോ അമ്മേ, ഇത് മൃഗങ്ങളെ ചികിത്സിക്കുന്ന ഡോക്ടറാ. അയ്യേ. ഇന്ന് മുതല് ഡോക്ടർ നമ്മുടെ കളപ്പുരല്ല താമസം. ഇങ്ങോട്ട് കൊടുത്താട്ടെ. ആ. പഴനി ആണ്ടവാ, മുരുക, അമ്മേ, ഒന്ന് അനുഗ്രഹിച്ചോളൂ. നന്നായി വരട്ടെ. ഇന്നിതുകൊണ്ട് ഏതായാലും തൊണ്ട നനയ്ക്കാം. നാളെ മുതൽ ഇത് ആവർത്തിക്കണ്ട. കാശ് കൊടുത്ത നല്ല ചുവന്ന വെള്ളം കിട്ടും. മിലിറ്ററി വന്നല്ലേ ഉള്ളൂ, പെട്ടെന്ന് സംഘടിപ്പിക്കാനൊരു ആരുടെ? അച്ഛാ, ഞാനാ ബാലൻ. എന്താടാ? ഈ കഥ ഒന്ന് തുറന്നേ. ആരാ? മകൻ ബാലനാ? Who is the patient? ഇതാണ് എന്റെ മകൻ ബാലൻ. എല്ലാവരും മനസ്സിലായി. രാവിലെ ഞാൻ പ്രത്യേകം നോട്ട് ചെയ്തിരുന്നു. അല്ല, അതെ, ആരോട് ചോദിച്ചിട്ട് ഇവിടെ കയറി താമസമാക്കിയത്? Who is this fellow? ഞാൻ ഈ കളപ്പുരയുടെ അവകാശിയാ. എന്റെ അമ്മയുടെ വീതം ഇത്. പപ്പ പ്രസിഡന്റ് താക്കോൽ എടുത്തിക്കോട്ടെ. എന്ത് പറഞ്ഞാലും ഇതിനകത്ത് കയറി താമസിക്കണമെങ്കിൽ എന്നോട് ചോദിക്കണം. ബ്രദർ, യു സി പ്രസിഡന്റ്. വേണ്ട, വലിയ ഇംഗ്ലീഷ് ഒന്നും അടിക്കണ്ട. ഇന്നൊരു രാത്രി എന്റെ ഔദാര്യത്തിൽ ഇവിടെ താമസിക്കുക. നാളെ നേരം വെളുത്താൽ നിങ്ങൾ ഇവിടെ കാണരുത്. മനസ്സിലായോ? വാ. പരിഹാരം ഉണ്ടാക്കാം. പലഹാരം ഉണ്ടാക്കാം. അല്ല, പരിഹാരം ഉണ്ടാക്കാം. എന്നെ ഞാൻ ഇതുപോലെ ഒരു ദിവസം നിന്നെ പിടിച്ച് കെട്ടും.
എന്താ ഇത്, ജേഴ്സിയാ? അല്ല, മേഴ്സി എന്നാ പേര്. എങ്ങനെ മനസ്സിലായി? ഒറ്റ നോട്ടത്തിൽ അറിയാം ഏതിനമാണെന്ന്. അതാ ഡോക്ടർ. ഞാൻ പറയാം, നീ ഒന്നും മിണ്ടണ്ട. എന്താ അസുഖം? അങ്ങനെ പ്രത്യേകിച്ച് അസുഖമൊന്നുമില്ല. തന്നോട് ചോദിച്ചില്ല. എന്താ അസുഖം? ഒരു വിശപ്പില്ലായ്മ. ഡോക്ടറെ ഒന്ന് കാണിക്കാൻ കാണിച്ചോണ്ടൊക്കെ നിന്നാ പോരാ, ഞങ്ങളും കാണിക്കാൻ വന്നിരിക്കുക. കാണിക്കണല്ലേ? അതാരാണെന്ന് മുന്നോട്ട് ചോദിച്ചേക്ക്. ഞാൻ വന്നതിന് ശേഷം അയാൾക്ക് വേറെ കുറെ ട്രീറ്റ്മെന്റ് കൊടുത്തോളാം. ഇത് ഇവിടെ തന്നെ നിൽക്കട്ടെ, ഞാൻ പിന്നീട് വന്നിട്ട് നോക്കിക്കോളാം. താമാടോ, വരടോ. ഏതോ ഒരു അഹങ്കാരി ഇവിടെ നിന്ന് വിളിച്ചു കൂവുന്നുണ്ടായിരുന്നല്ലോ. ആരാത്? ഇയാളാ? ഇയാളാ? വിപ്ലവ ചിന്താഗതി ഉണ്ടാവും മനസ്സിൽ. ബുദ്ധിജീവിയാണ് അല്ലേ? ഇയാളെ വിളിച്ച് മാറ്റിയെടുത്ത് അവസാനം വന്നാ മതി. കൂടോ. എന്താ പശുവിന് അസുഖം? ഒന്നും തിന്നണില്ല. എത്ര നാളായി? ഒരാഴ്ചയായി. ഒരാഴ്ചയായിട്ട് ഈ പശുവിനും കൊടുത്തോ? ഇല്ല. ഒരാഴ്ചയായിട്ട് ഈ പശുവിനൊന്നും കൊടുത്തിട്ടില്ല, അതുകൊണ്ട് തിന്നണില്ല. ഇതിന്റെ കളറൊക്കെ പെയിന്റ് അടിച്ചതാണോ? അല്ല, ഇതൊക്കെ നേരത്തെ ഉള്ളതാ. നേരത്തെ ഉള്ളതാണ് അല്ലേ? അപ്പൊ ഒരു കാര്യം ചെയ്യാം, നാടൻ പശു അല്ലേ? അതെ. അപ്പൊ നാട്ടുമരുന്ന് കൊടുക്കാം. ആര്യവേപ്പിന്റെ എല്ലെടുത്ത് നന്നായിട്ട് അരച്ച് കാടി വെള്ളത്തില് കാലത്തിൽ 10 മണിക്ക് കൊടുക്കുക, ഉച്ചയ്ക്ക് 12 മണിക്ക് കൊടുക്കുക, പിന്നെ വൈകുന്നേരം പശു ഉണ്ടെങ്കിൽ കൊടുത്തേക്ക് കേട്ടോ. പോക്കോ. അടുത്താൾ വരൂ. എന്താ പ്രശ്നം? പറഞ്ഞു കൊടുക്കണോ? എന്റെ കോഴി മുട്ട ഇടുന്നില്ല. കോഴി മുട്ട ഇടണില്ല അല്ലേ? ആ, ഈ പൂവങ്കോഴി എങ്ങനെയാ മുട്ടയിടാ? എന്താ കുഞ്ഞുരാമ? ഒന്നും പറയണെന്റെ പ്രസിഡന്റ്, 6 ദിവസമായിട്ട് തല പൊന്നിട്ടില്ലായിരുന്നു. ദേ ഇവിടെ വന്നു, അദ്ദേഹം ഒന്ന് തലോടി. അതാ പറഞ്ഞത്, ഈ മരുന്ന് ആർക്കും കൊടുക്കാം, ഏത് പൊട്ടനും കൊടുക്കാം. പക്ഷെ കൈപ്പുണ്യം എന്ന് പറയണത് ഒരു വലിയ അനുഗ്രഹമാണ്. എന്റെ ഈശ്വര, എന്താടോ? അല്ല, നല്ല കൈപ്പുണ്യം ഉണ്ടെന്ന് പറയായിരുന്നു. ആ, നമസ്കാരം. ഒരു മിനിറ്റ്, ഞാൻ ഈ പാവങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു വിട്ടോട്ടെ. അതെ, ഞാൻ 3 ഗുളിക തന്നിട്ടുണ്ടല്ലോ, അത് കയ്യിൽ വെച്ചോളൂ. ദേ, ഇത് പുറത്തുനിന്ന് വാങ്ങാനുള്ളത് ഇവിടെ ഇല്ല. ഏത് സമയത്ത് വേണമെങ്കിലും എന്നെ വന്ന് വിളിച്ചോളൂ, ഞാൻ വന്നോളാം. പൊക്കോളൂ, സന്തോഷമായിട്ട് പൊക്കോളൂ. ശരാ, എന്തുണ്ടേലും ഡോക്ടറോട് തുറന്നു പറഞ്ഞോളൂ കേട്ടോ, നമ്മുടെ സ്വന്തം ആളാണ്. എന്തിനാ എന്നെ ഇങ്ങനെ പറഞ്ഞേ? ഒളിഞ്ഞും പതുങ്ങി നിൽക്കാതെ വെട്ടത്ത് വന്ന് നോക്കട്ടെ. മൃഗങ്ങളെ ചികിത്സിക്കാൻ ഡോക്ടറെ കിട്ടി. ഇവിടെ ഭേദമാകാത്ത അസുഖങ്ങളുള്ള ചില അലവലാദികളെ ചികിത്സിക്കാൻ എവിടുന്നാണാവോ ഡോക്ടറെ കൊണ്ടുവരേണ്ടത്? പ്രസിഡന്റ് തമാശയും പറയുന്നുള്ളത് എനിക്കിപ്പോഴാ മനസ്സിലായത്. അകത്തേക്ക് പൊക്കോളൂ, ഞാൻ ഈ പാവങ്ങളെയൊക്കെ ഒന്ന് പറഞ്ഞു വിട്ടിട്ട് ഞാൻ വരാം. Please don't make noise. എന്നാലും ഇവൻ ഈ കോപ്പിലെ പേരിട്ട് ആരാന്ന് ഞാൻ ആലോചിക്കുന്നത്. പേരിട്ടത് എന്റെ അച്ഛൻ. വണ്ടിയുടെ മുന്നിൽ കയറുന്ന ഒരുമാതിരി മുണഞ്ഞ വർത്താനം പറഞ്ഞാലുണ്ടല്ലോ. ഞാണപ്പന്റെ പേരിന് എന്താ ഒരു കുഴപ്പം? ഞാണപ്പനല്ല, നാണപ്പൻ നായർ, MP, മെമ്പർ ഓഫ് പഞ്ചായത്ത്. എന്തൊരു കഷ്ടകാലം. ഞാൻ ഉദ്ദേശിച്ചത് വേറെ, ഈ പുല്ലന്മാർ ഉദ്ദേശിച്ചത് വേറെ. താൻ എന്ത് പുല്ല ഉദ്ദേശിച്ചേ? ഡോക്ടറില്ലേ, അവന്റെ പേരിന്റെ കാര്യ. ഇയാള് കുറെ നേരമായി തുടങ്ങിയിട്ട് അയാളുടെ പേരിന് എന്താ ഒരു കുഴപ്പം? പശു അധികം പതി, പശുപതി. പശു അധികം പതി. ശരിയാ, പശുവിന്റെ പതി കാളാ. അതല്ലടാ, പിടികിട്ടി. ഞാനും അത് ആലോചിച്ചോണ്ടിരുന്നത്. അതും അല്ലടോ, പശു അധികം മതിന്ന്. അവന് പശുവിനെ മതിന്ന്. വൃത്തികെട്ടവൻ, വഷളൻ. നീ കേറ്. ബാലൻസ് തെറ്റുന്നു, സൂക്ഷിച്ചിരിക്കും. ചന്തി കുത്തിരി എന്തെങ്കിലും പറ്റിയോ? മാറി തടവോ മറ്റോ വേണോ? എന്ത് പറ്റി? മുട്ടിയോ തടവണോ? നാണമല്ലോ നിനക്ക്? വഴിയ പോണ പെമ്പിള്ളാരെ നെഞ്ചത്തോട് സൈക്കിൾ കയറ്റിട്ട് കിന്നാരം പറയുന്നോ? വാ, സൈക്കിളിൽ പോം. ഒരു മധ്യസ്ഥൻ കുതികാല് വെട്ടി. എന്തെന്റെ സുഖം കാണിക്കരുത് കേട്ടോ ബാല. കാര്യമായിട്ട് തന്നെയാ. ഒന്നും പറഞ്ഞ് വഴക്കുണ്ടാക്കാൻ വരരുത്. ഉണ്ടാക്കി. നീ എന്ത് ചെയ്യും? അയ്യോ, എന്റെ കാര്യം പറഞ്ഞ് നിങ്ങൾ വഴക്കിടല്ലേ? അതൊന്നും സാരില്ല, ഞങ്ങൾ ബാല്യം മുതലേ അങ്ങനെ. ഇവിടെ വേദനയുണ്ടോ? എന്തിന്റെ വേദനയാണെന്ന് മനസ്സിലായി. കുമാരി പൊക്കോളൂ. താങ്ക് യു. വൈകുന്നേരം കാണാം. ഓ, ഏറ്റവും ഞാൻ പോകുമ്പോ നീക്ക വരുന്നെങ്കി വേണം. പോക്ക് കണ്ട